പെഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗർ സന്ദർശിക്കും. പെഹൽഗാമിലെ സുരക്ഷാ സ്ഥിതിഗതികളും ഭീകരവിരുദ്ധ നടപടികളും അവലോകനം ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും കശ്മീർ അതിർത്തി അശാന്തമാണ്. വിവിധയിടങ്ങളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഉദ്ധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഹവിൽദാർ ജണ്ടു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത്. ഉധംപൂർ ബസന്ത്ഗഡിലെ ദൂത് മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് 3 ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നും സൈന്യം വളഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള സൈനിക ഓപ്പറേഷന് ബെർലി ഗലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കശ്മീരിലുടനീളം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ജമ്മു കശ്മീർ പോലീസ് ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അതിനിടെ പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ രാജ്യാന്തര അതിർത്തി കടന്നുവെന്നാരോപിച്ച് PK സിംഗ് എന്ന BSF ജവാനെ പാക് സൈന്യം കസ്റ്റഡിയിലെടുത്തു. പഹൽഗാമിലെ സ്ഥിതിഗതികളും ഭീകരവിരുദ്ധ നടപടികളും വിലയിരുത്താൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗർ സന്ദർശിക്കും. താഴ്വരയിലും നിയന്ത്രണ രേഖയിലും ഭീകരവിരുദ്ധ നടപടികൾ നിരീക്ഷിക്കും. 15 കോപ്സ് കമാൻഡറും രാഷ്ട്രീയ റൈഫിൾസ് കമാൻഡർമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഏത് നിമിഷവും സൈനിക നടപടികൾക്കായി സജ്ജമായിരിക്കണമെന്ന നിർദ്ദേശമാണ് മേധാവികൾ നൽകിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.